വെൽക്കം ടു അനദർ വ്ളോഗ്. പക്ഷെ ഇന്ന് നമ്മൾ ബൈക്ക് എടുക്കുന്നില്ല, ഇന്ന് നമ്മൾ കാറിലാണ് പോകുന്നത്. കാരണം ഇപ്പോഴും പറയാൻ പറ്റില്ല. അടുത്ത വ്ളോഗിൻ്റെ സമയത്ത് നിങ്ങൾക്ക് മിക്കവാറും അടുത്ത വ്ളോഗോ അല്ലെങ്കിൽ അപ്പുറത്തെ വ്ളോഗൊന്നും നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഗതി എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കാർ എടുത്തിട്ടാണ് പോകുന്നത്. കാരണം ഇന്നൊരു റൈഡ് ഉണ്ട്, പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല. റൈഡ് ബൈക്ക് ഓടിച്ച് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കാർ എടുത്ത് പോയി അവിടെ എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്ത് എല്ലാവരുടെ അടുത്തും ലൈറ്റ് പോയി ഓൺ പണ്ണുകോ യെസ് എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്ത് എല്ലാവരുടെ അടുത്തും ഒന്ന് ഹായ് ഒക്കെ പറഞ്ഞ് വണ്ടികളൊക്കെ ഏതൊക്കെയാണ് എനിക്കൊന്ന് 15 to 20 വണ്ടികളുണ്ട്, ബൈക്കുകൾ. അപ്പോൾ പോയിട്ട് എല്ലാവരും ഒന്ന് കാണാം, സംസാരിക്കാം. പിന്നെ അവിടെ ഒരുപാട് കുറെ കാലങ്ങളായിട്ട് റൈഡ് ചെയ്യുന്ന ഒരുപാട് റൈഡേഴ്സ് ഇന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും ഒന്ന് കാണാം, ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. അതെല്ലാം കൂടെ ആയിട്ട് ലെറ്റ്സ് ഗോ, പോയിട്ട് ബാക്കിയാണ്. അപ്പോൾ ഇതാണ് പമ്പ്, ഇവിടെയാണ് മീറ്റ് ചെയ്യുന്നത്, ഇവിടെ നിന്നാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഞാൻ ഒന്ന് പേടിച്ചു, നമ്മുടെ പമ്പിൻ്റെ എക്സിറ്റ് വിട്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അപ്പുറത്ത്, എനിക്ക് തോന്നുന്നു ആ സൈഡിലായിരിക്കും വണ്ടി നിർത്തിയിട്ടുണ്ടാവുക. നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. Okay, we are Ironheads. We are a very easy-going, safe group of guys got together and started riding together. Right now, what we always pride ourselves is safety. We don't like hanky stuff. We don't do all this speed riding, overtaking, all this stuff. We have some certain rules we follow, which we will be demonstrating in a few minutes. So the main idea is you need to go wherever you're going safely, have fun, and at the end of the day when you're going back home, you go with a smile and not to the garage. Go back home. Okay? He will not cross across. The same convoy order will follow. This guy will come in. If suppose somebody wants to take a photo or video or something, just wave, go out, take video. Don't come back to your same spot. Go and join in the back behind the marshals. In the longer convoy, you can't see more than 10 riders behind you. You don't know what's happening with them. So always trust your sweet marshal to clear the lane and then you can go. We don't communicate through Cardo. We tried. It was really a headache. Some people don't stop talking like me. So you don't want to do that. Ladies and gentlemen, next stop KFC. ഇതുവഴി വന്നപ്പോൾ ഒരു KFC തിന്നാൻ ഒരു മോഹം. എന്നാ പിന്നെ അതങ്ങ് തീർത്തേക്കാം. ഹലോ ഹായ് കാർഡ്. So snack box, spicy chicken, spicy fries. And no wings please. Thank you. അപ്പോൾ നമ്മുടെ KFC കിട്ടിക്കഴിഞ്ഞു.
നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ അയൺ ഹെഡ്സ് MC-യുടെ അവിടുന്ന് ഒറിജിനേറ്റ് ചെയ്ത റൈഡാണ്. അപ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ ക്ലബിൻ്റെ റൈഡിങ് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഒരു മോട്ടോർ സൈക്കിൾ ക്ലബ്ബ്, അതായത് പ്രോപ്പർ MC-ൻ്റെ കൂടെ റൈഡ് ചെയ്തിട്ട് ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർക്ക് ഒരു ഫോർമേഷനൊക്കെ ഉണ്ടാവും, കോൺവോയ് പോലെ റൈഡ് ചെയ്യാന്ന് പറയും, കോൺവോയ് ആസ് എ കോൺവോയ്. അപ്പോൾ ഒരു ഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ ഇവർ സിഗ്സാഗ് ഫോർമേഷൻ, നല്ല രസമായിരുന്നു അവരുടെ ബ്രീഫിങ്ങും കാര്യങ്ങളെല്ലാം. അപ്പോൾ പക്ഷേ ഇപ്രാവശ്യം നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റില്ല. അടുത്ത പ്രാവശ്യം നമ്മൾ പോയിട്ട് അവരെ കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് റൈഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് നല്ല രസമായിരുന്നു. അയൺ ഹെഡ്സ് MC-യുടെ കൂടെയാണ് നമ്മളിന്ന് പോയി മീറ്റ് ചെയ്ത്. അവരുടെ മെയിൻ ഒരാളുണ്ടായിരുന്നു, ബാക്കിയെല്ലാം കുറേ വളരെ എക്സ്പീരിയൻസ്ഡ് റൈഡേഴ്സാണ്. ഒരുപാട് റൈഡ് ചെയ്ത്, ഒരുപാട് ഇതുപോലെ കോൺവോയ് ആയിട്ടും ഫോർമേഷനിൽ റൈഡ് ചെയ്ത് പരിചയമുള്ള ഒരുപാട് പേരാണ്. ഞാനൊന്നും ഇതുവരെ കോൺവോയ് ആയിട്ട് റൈഡ് ചെയ്തിട്ടില്ല, പക്ഷേ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. ഇനി നമുക്കൊരു ഒരാഴ്ച ബ്രേക്ക് ഉണ്ട്. അടുത്ത വ്ളോഗ് മിക്കവാറും നമ്മുടെ ഈദ് കഴിഞ്ഞിട്ട് ഒരു വലിയ റൈഡ് വരുന്നുണ്ട്, ഏകദേശം 200 പേരുള്ള ഒരു റൈഡ്, 240 അങ്ങനെ എന്തോ. അപ്പോൾ ആ ഒരു റൈഡ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞു റൈഡ് വേറെ വരുവാണെങ്കിൽ അത് വരും. അയൺ ഹെഡ്സിൻ്റെ കൂടെ എന്തായാലും റൈഡ് ആണ്. എനിക്ക് അവരുടെ മെയിനായിട്ട് ഒരു കാര്യം ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അവർക്ക് സ്പീഡായിട്ട് റൈഡ് ചെയ്യുന്നവർക്ക് ഒരു ഷെഡ്യൂളുണ്ട്, അതുപോലെ കാം ആൻഡ് ക്വയറ്റ് എന്നെപ്പോലെ സമാധാനപരമായിട്ട് റൈഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന അവർക്കുള്ള റൈഡിങ് ഷെഡ്യൂളും ഉണ്ട്. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഏതാണോ അത് അങ്ങനെ പോവാം. പിന്നെ അതുപോലെ അതിൽ കുറേ കാര്യങ്ങൾ പറയും, നല്ല രസമാണ്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ കൂടുതൽ അവരെ കൂടെ ഒരു പ്രാവശ്യം റൈഡ് ചെയ്യുമ്പോൾ കൂടുതൽ അതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് റൈഡ് ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. I'll see you guys in the next one. Take care and ride safe. Bye bye.